ഇന്ന് നമുക്കുണ്ടല്ലോ ഇഫ്താറിന് പറ്റിയ അല്ലെങ്കിൽ നല്ല ചൂട് സമയത്തൊക്കെ വിശപ്പും ദാഹവും ഒരുപോലെ മാറാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് വളരെ ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്കൊരു 1.5 ഗ്ലാസ് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പോളം പഞ്ചസാര ചേർക്കാം. 2 ടേബിൾ സ്പൂണോളം ജലാറ്റിനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ ജലാറ്റിനൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ജലാറ്റിൻ ഓൾറെഡി നമ്മൾ വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ നമുക്കത് കുതിർത്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് അതൊക്കെ നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ 2 പാത്രത്തിലായിട്ട് ഒഴിച്ചെടുക്കണതാണ്. നമുക്കിതിലേക്ക് 2 ഫ്ലേവർ ചേർക്കാനുണ്ട്, അതുകൊണ്ടാണ് 2 പാത്രത്തിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണത്. വേണമെങ്കിൽ 3 ഫ്ലേവറൊക്കെ കയ്യിലുണ്ടെങ്കിൽ 3 കളറായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. 3 പാത്രത്തിലായിട്ട് ഒഴിച്ച് കൊടുത്തേച്ചാൽ മതി. ആദ്യത്തേതിൽ ഞാൻ പിസ്തയുടെ ഒരു ഫ്ലേവറും രണ്ടാമത്തേൽ റോസ് മിൽക്കിൻ്റെ ഒരു ഫ്ലേവറുമാണ് ചേർക്കുന്നത്. അപ്പോൾ അത് 2 ഡ്രോപ്പോളം ഞാൻ 2 എണ്ണത്തിലും അതുപോലെ തന്നെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ അരിച്ചിട്ടാണ് കേട്ടോ എടുത്തത്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം കസ്റ്റേർഡ് പൗഡർ എടുക്കാം. പിന്നെ ഒരു 1/4 കപ്പോളം പാലും കൂടെ എടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് ആദ്യമേ മിക്സ് ചെയ്തെടുക്കുന്നത് കട്ടയൊന്നും കൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് പാലിലേക്ക് ചേർക്കുകയാണെങ്കിൽ കട്ടയൊന്നും കൂടില്ല കേട്ടോ. ഡയറക്റ്റ് നമ്മൾ ചേർക്കുമ്പോൾ ചിലപ്പോൾ കട്ടയൊക്കെ പിടിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതേ 3 കപ്പോളം പാല് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇതിലേക്ക് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ കസ്റ്റേർഡ് പൗഡറിൻ്റെ ഒരു മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, കാരണം അത് അടി പിടിക്കുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ കട്ടയൊക്കെ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് തിളച്ച് വരുന്നത് വരെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കാണ്. അതുകൊണ്ട് തന്നെ പഞ്ചസാര കുറച്ച് ചേർത്തിട്ടുള്ളൂ. 1/4 കപ്പ് എന്നൊക്കെ പറയുന്നത് വളരെ കുറച്ചാണ്. അപ്പോൾ ഒരു 1/4 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ച് കഴിക്കാൻ പാകത്തിനാണ് നമ്മൾ ഈ ഒരു മിക്സ് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കുറുകി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത്യാവശ്യം ലൂസിന് തന്നെ എടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണോളം കസ്കസ്, അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുതിർത്താനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മിക്സ് ഇതേ ഇവിടെ നന്നായിട്ട് ഞാൻ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നട്ട്സാണ്. നമുക്ക് ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാൻ ഇവിടെ ആൽമണ്ടും അതുപോലെ തന്നെ കാഷ്യൂ നട്ടുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെച്ചിട്ടുള്ള ജെല്ലി ഉണ്ടല്ലോ, അത് നമുക്ക് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതും കൂടി നമുക്ക് ഈ ഒരു ഡ്രിങ്കിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക, തണുപ്പിക്കുക, കഴിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫലൂദ സർബത്ത് റെഡി ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക്